എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒരുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നമുക്കത് മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 3 മുട്ട വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് 3 മുട്ട വെച്ചിട്ട് ചെയ്യുമ്പോൾ 2 പേർക്ക് കഴിക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നാക്കിയിട്ട് ഒരു 4 പേരുള്ള വീടാണെങ്കിൽ ഇതുപോലെ 2 എണ്ണം ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഈ 3 മുട്ടയും കൂടി ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് എരിവിന് ആവശ്യമായ കുരുമുളക് പൊടിയും അതുപോലെ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിലോട്ട് കുറേ വെജിറ്റബിൾസ് ആഡ് ചെയ്യാനുണ്ട്. അതിലും കൂടി വേണ്ട ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു വിസ്കോ വെച്ചിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആ കുരുമുളക് പൊടിയും ഉപ്പും മുട്ടയിൽ നല്ല പോലെ യോജിക്കത്തക്ക രീതിയിൽ നല്ല പോലെ ഒന്ന് പതപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഒക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് വേണം ചേർക്കാനെന്ന് മാത്രം. അപ്പം ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ആദ്യം പൊട്ടാറ്റോ ആണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്ന സമയത്ത് നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് തക്കാളിയാണ്. തക്കാളിയും ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റും ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതോ അല്ലെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് പച്ചമുളക് ഇതിലോട്ട് ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ ഈ ചില്ലി ഫ്ലേക്സ് പിന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ അത് കടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. ഇനി നമ്മൾ എടുത്തു വെച്ച ആ വിസ്ക് കൊണ്ട് തന്നെ ഒന്നും കൂടി ഒന്ന് എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ ഉപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ഉപ്പിട്ട് കൊടുത്തോളൂ. ഉപ്പ് ഏറി പോകത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ വെജിറ്റബിൾസിലോട്ട് വേണ്ട ഉപ്പൊക്കെ വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് ഉപ്പിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ മുട്ട പൊരിക്കുന്ന സമയത്ത് ഉപ്പിടുമ്പോൾ കുറച്ചിട്ടാൽ തന്നെ കൂടി പോകുമല്ലോ. അപ്പോൾ ആ ഒരു പേടി വേണ്ട. ഇനി നമുക്കൊരു പാന് വെച്ചിട്ട് ഇതിലോട്ട് നമുക്ക് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലാണോ പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഒരു അര ടീസ്പൂൺ മതിയാവും, അല്ലെങ്കിൽ 2 ഡ്രോപ്സ് അത്ര മതിയാവും. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ അത് തന്നെ ധാരാളമാവും. ഇനി നമുക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാൻ ഒന്ന് ചൂടാവുന്ന സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വിസ്ക് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മൊത്തത്തിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തത് വെച്ചു കൊടുക്കാം. ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് വെച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഭംഗി കിട്ടുക. ഇപ്പം ഞാൻ ക്യാപ്സിക്കം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് മൊസറല്ല ചീസാണ്. മൊസറല്ല ചീസ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ മൊസറല്ല ചീസ് തന്നെയാണ്. ഇത് തയ്യാറാക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാത്തവരൊന്ന് കാണണം കേട്ടോ. അപ്പോൾ ഈ ചീസ് നമുക്ക് ഇതിലോട്ട് മെൽറ്റ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് പരീക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ചീസ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എരിവിന് ആവശ്യമായ ചില്ലി ഫ്ലേക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒറിഗാനോയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 8 മിനിറ്റ് വരെ മതിയാവും. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ 8 മിനിറ്റ് വരെ വെച്ചാൽ മതിയാവും. അപ്പം നിങ്ങൾ ഇതിൻ്റെ ലിഡിൻ്റെ മുകളിലൂടെ നോക്കുക. ചീസ് മെൽട്ടായി കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാവുന്നതാണ്. അതാണ് അതിൻ്റെ പാകം. അപ്പോൾ ഏകദേശം എനിക്ക് 5 മിനിറ്റ് ആയപ്പോൾ തന്നെ ചീസൊക്കെ നല്ല പോലെ മെൽട്ടായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇത് തുറന്ന് നോക്കിയത്. കണ്ടോ, നല്ല പോലെ മെൽട്ടായിട്ടുണ്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓംലെറ്റ് പിസ്സയാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ്. കാരണം മുട്ടയും ചീസും വെജിറ്റബിൾസും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ ആയാലും രാത്രി ആയാലും കഴിക്കേണ്ട ഒരു വിഭവം തന്നെയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ. നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണ്. അപ്പോൾ പിന്നെ അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഏത് കുട്ടികൾക്ക് കൊടുത്താലും കഴിച്ചു പോകും, അത്രയ്ക്ക് ടേസ്റ്റുമാണ്. അപ്പം എല്ലാവരും തയ്യാറാക്കി കഴിച്ചൊക്കെ നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തെടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.